പുതുക്കാട് നിയമസഭാ മണ്ഡലം CPIM-ന്റെ കുത്തകയായിരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥും ഇപ്പോൾ KK രാമചന്ദ്രനും ബഹുഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന മണ്ഡലമാണ്. C. രവീന്ദ്രനാഥ് എന്ന വടവൃക്ഷം മാറിയിട്ടും KK രാമചന്ദ്രൻ 27,353 വോട്ടിനാണ് ജയിച്ചത്. ആകെ നേടിയ വോട്ട് 73,365. മണ്ഡലത്തിൽ BJP-ക്കായി മത്സരിച്ച A. നാഗേഷിന് കിട്ടിയത് 34,893 വോട്ട് മാത്രമാണ്. 2019 സുരേഷ് ഗോപി പിടിച്ച 46,410 വോട്ടാണ് BJP-യുടെ ഏറ്റവും കൂടിയ വോട്ട്. 2024 അത് 62,635 വോട്ടായി വളർന്നു. അപ്പോഴും മണ്ഡലത്തിന്റെ എല്ലായിടത്തും ആ തരംഗമുണ്ടായില്ല. TN പ്രതാപൻ 374 വോട്ട് പിടിച്ച 113-ാം നമ്പർ ബൂത്ത്. അവിടെ K. മുരളീധരൻ 403 വോട്ട് പിടിച്ചു. എന്നിട്ടും മുരളീധരൻ ഫലം വന്നപ്പോൾ മൂന്നാമതായി. ഒലൂരെ 44-ാം നമ്പർ ബൂത്ത്. അവിടെ TN പ്രതാപൻ 2019 പിടിച്ചത് 444 വോട്ട്. 2024 K. മുരളീധരന് കിട്ടിയത് 480 വോട്ട്. കോൺഗ്രസ് വോട്ടാണ് BJP-ക്ക് പോയത് എന്ന സൂത്രവാക്യം ഈ രണ്ട് ബൂത്തിൽ മാത്രമല്ല ഫലപ്രദമാകാത്തത്. ഈ രണ്ട് ബൂത്തിലും CPI-യുടെ സ്ഥാനാർത്ഥികൾക്കും വോട്ട് കൂടിയിട്ടുണ്ട്. രാജാജി മാത്യു തോമസ് പിടിച്ചതിനേക്കാൾ വോട്ടാണ് സുനിൽകുമാർ നേടിയിരിക്കുന്നത്. എന്നിട്ടും സുരേഷ് ഗോപിക്കും വോട്ട് കൂടി. അതാണ് അത്ഭുതകരമായ കാര്യം. UDF LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടി, സുരേഷ് ഗോപിക്ക് കാര്യമായി വോട്ട് കൂടി. അതിനർത്ഥം പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകളിൽ കൂടുതലും സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് പോയി എന്നാണ്.